ഇറാൻ മേഖല വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഇറാൻ ഹോർമൂസിലൂടെയുള്ള കടൽപാത അടച്ചതാണ് അമേരിക്കയെ ചർച്ചാ ടേബിളിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുന്നതും അതേ ഹോർമൂസിന്റെ പേരിലാണ്. ഇറാൻ നിശ്ചയിച്ചു നൽകിയിട്ടുള്ള കടൽപാതയെ അവഗണിച്ച് മറ്റൊരു തീരം ചേർന്നുപോയ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. അതിന് മറുപടിയായി ഇറാനിൽ 80-ലധികം സ്ഥലങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു. ഇപ്പോഴിതാ ഹോർമൂസിന് പുറമെ ബാബൽ മന്ദേബ് എന്ന മറ്റൊരു കടലിടുക്ക് കൂടി ശ്രദ്ധ നേടുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പോലെ തന്നെ ബാബൽ മന്ദേബും മധ്യപൂർവ്വ ദേശത്തെ സുപ്രധാന സമുദ്ര ചോക്ക് പോയിന്റാണ്. ഈ രണ്ട് കടലിടുക്കുകളും ചേർന്നാണ് ആഗോള ഊർജ ഉൽപ്പാദനത്തെയും വ്യാപാരത്തെയും നിയന്ത്രിക്കുന്നത്. ലോകം ഇന്നുവരെ കണ്ട യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധകളത്തിലെ സൈനിക സാഹചര്യത്തിനേക്കാൾ സമുദ്രപാതകളും ഊർജ ഇടനാഴികളും ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും നിർണായകമായ ഘടകങ്ങളാകുന്നു. പേർഷ്യൻ ഗൾഫിൽ നിന്ന് തുറന്ന സമുദ്രത്തിലേക്കുള്ള ഏക കടൽപാതയാണ് ഹോർമൂസ്. ആഗോള പെട്രോളിയത്തിൻ്റെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിൻ്റെയും ഏകദേശം 20% കൈകാര്യം ചെയ്യുന്നത് ഈ കടലിലൂടെയാണ്. മലയാളം അക്ഷരമാലയിലെ റാ പോലുള്ള രൂപമുള്ള ഈ പ്രദേശമാണ് ഇറാന് ഈ തന്ത്രപ്രധാന കടൽ മേഖലയിൽ മേൽക്കൈ നേടിക്കൊടുക്കുന്നത്. റാ എന്ന അക്ഷരത്തിന്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ റാ എന്ന അക്ഷരത്തിന് ചുറ്റും ചില രാജ്യങ്ങൾ. അങ്ങനെയാണ് ഹോർമൂസിന് ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കിടപ്പ്. ഇടതുവശത്ത് കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, UAE, ഒമാൻ. വലതുവശത്ത് ഇറാൻ. കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ മാപ്പിൽ ഇത് മനസ്സിലാകുന്നുണ്ടാകും. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന UAEയുടെയും ഒമാന്റെയും ഭാഗമാണ് ഹോർമൂസിലെ കടലിടുക്ക് ഭാഗം. അവിടെയാണ് മേഖലയിലെ വലിയ സൈനിക ശക്തിയായ ഇറാന്റെ പ്രസക്തി. ഇറാൻ യുദ്ധം തുടങ്ങിയതിന് മുൻപ് സ്വതന്ത്രമായി കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന ഹോർമൂസിനെ അടച്ചു ഇറാൻ. ഇതോടെ കുവൈറ്റിനും ബഹ്റൈനും ഖത്തറിനും UAEക്കും എണ്ണ വിൽക്കാൻ പറ്റാതായി. സൗദിയുടെയും ഒരു പരിധിവരെ ഒമാന്റെയും എണ്ണ വിൽപ്പന കുറഞ്ഞു. അപ്പോഴും തെക്കുള്ള ബാബൽ മന്ദേബ് കടലിടുക്ക് വഴി എണ്ണ വിൽപ്പന തുടരാൻ സൗദിക്ക് കഴിയുന്നതായിരുന്നു. ഈജിപ്തിനും യമനും അവരുടെ വ്യാപാരം നടത്താൻ ഈ കടലിടുക്ക് വഴി കഴിയുന്നുണ്ട്. ലോകം മുഴുവൻ ഹോർമൂസ് കടലിടുക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കെ ഇറാൻ ഈയൊരു നിർണായക സമുദ്ര ചോക്ക് പോയിന്റിലും ഉപരോധം ഏർപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് ലോകം. ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നിവയ്ക്കിടയിലുള്ള ഒരു കവാടമായി വർത്തിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണ് ബാബൽ മന്ദേബ് കടലിടുക്ക്. ഹോർമൂസ് പോലെ പ്രാധാന്യം ഇതിനുമുണ്ട്. ഭൂമിയിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര പാതകളിലൊന്നായ സൂയസ് കനാലിലേക്കുള്ള വാതിലാണ് ബാബൽ മന്ദേബ്. ആഗോള വ്യാപാരത്തിൻ്റെ 10% മുതൽ 15% വരെയും ആഗോള കണ്ടെയ്നർ ഗതാഗതത്തിൻ്റെ 25% വരെയും ബാബൽ മന്ദേബിലൂടെയാണ് നടക്കുന്നത്. ലബനനിലും ഗാസയിലും പ്രാദേശിക സംഘർഷങ്ങൾ തുടരുകയാണെങ്കിൽ ബാബൽ മന്ദേബിലും സമ്മർദ്ദം ചെലുത്തുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസിനൊപ്പം ബാബൽ മന്ദേബും ഒരേ സമയം അടഞ്ഞാൽ ലോകമെമ്പാടുമുള്ള കപ്പൽ പാതകളിലും എണ്ണ വിപണികളിലും സമ്പദ് വ്യവസ്ഥകളിലും അതിൻ്റെ അനന്തരഫലങ്ങളുണ്ടാകും. ഇറാന് നേരിട്ട് സ്വാധീനമുള്ള മേഖലയല്ല ഇത്. പക്ഷേ ഇറാന്റെ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് എന്ന ആശയത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള യമനിലെ ഹൂത്തികളാണ് ഇവിടെ നിർണായകമാകുന്നത്. പലസ്തീനിലെ ഹമാസ്, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ വിവിധ സായുധ വിഭാഗങ്ങൾ തുടങ്ങിയവ ചേർന്നതാണ് ഈ അച്ചുതണ്ട്. പാശ്ചാത്യ ലോകം ഇതിനെ തിന്മയുടെ അച്ചുതണ്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇറാൻ ആവശ്യപ്പെട്ടാൽ ബാബൽ മന്ദേബ് വഴി കടന്നുപോകുന്ന കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കും. അപ്പോൾ തടസ്സപ്പെടുന്നതാകട്ടെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള ഏറെക്കുറെ എല്ലാ കപ്പലുകളും. അമേരിക്കയ്ക്ക് അവിടെയും ഇടപെടേണ്ടി വരും. അങ്ങനെ അമേരിക്കയ്ക്ക് തലവേദനയായി മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കാനുള്ള ആലോചനയിലാണ് ഇറാൻ. അങ്ങനെ പേർഷ്യൻ ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഊർജ്ജ വാണിജ്യ ഗതാഗതം നടത്തുന്ന 2 കടലിടുക്കുകളും കടൽപാതകളും ഒരേ സമയം തടസ്സപ്പെടുത്തിയാൽ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് സൂയസ് കനാൽ വഴി ചെങ്കടലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുന്ന പാത തടസ്സപ്പെടും. വാണിജ്യ കപ്പലുകളെ ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി തിരിച്ചുവിടേണ്ടി വരും. ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്താൻ 10 മുതൽ 14 ദിവസം വരെ വേണ്ടിവരും. ഇത് ഗതാഗത സമയം വർദ്ധിപ്പിക്കും. ഇതോടെ ലോകമെമ്പാടുമുള്ള ചരക്ക് ഇൻഷുറൻസ് നിരക്കുകളും വർദ്ധിക്കും. ലോകമെമ്പാടും വലിയ വിലക്കയറ്റത്തിനും കാരണമാകും. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ തീരത്ത് കടൽ കൊള്ളക്കാർ ഏറെയുള്ളതിനാൽ കപ്പലുകൾ അധിക സുരക്ഷ ഏർപ്പെടുത്തേണ്ടി വരും. അതും ചെലവ് വർദ്ധിക്കും. ഇതെല്ലാം ഒഴിവാക്കാൻ അമേരിക്ക വിചാരിച്ചാൽ സാധിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഹോർമൂസിലെ തങ്ങളുടെ അധികാരം അംഗീകരിച്ചും സമാധാന കരാർ അഥവാ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിച്ചും തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഇറാന്റെ നിലപാട്. ഡോക്ടർ മോഹൻ വർഗീസ് വീണ്ടും ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ നേരത്തെ ഈ ഇറാന്റെ യുദ്ധ സാഹചര്യം മൊത്തം ചർച്ച ചെയ്തിരുന്നു. ഹോർമൂസിനെ കുറിച്ച് നമ്മൾ മുൻപും ചർച്ച ചെയ്തതാണ്. ഹോർമൂസ് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഹോർമൂസിലൂടെ
കടന്നുപോകാൻ ശ്രമിച്ച ഒമാൻ തീരത്തോട് കടന്നുപോകാൻ ശ്രമിച്ച കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതാണല്ലോ ഇപ്പോഴത്തെ ഈ യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയത്. ഹോർമൂസ് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുമ്പോൾ എന്തായിരിക്കും ഇനിയുള്ള ഈ ഹോർമൂസിൻ്റെ ഭാവി? ഹോർമൂസ് ലോകത്തെ ആകെ വട്ടം കറക്കുമോ? ഇറാൻ്റെ വജ്രായുധമാണ് ഹോർമൂസ്, സംശയമില്ല. ഇറാൻ്റെ ഭാവി സ്ട്രാറ്റജിക് മൂവുകളുടെ കുന്തമുനയാകുന്നു ഹോർമൂസ് എന്നതിലും സംശയമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട്, ഈവൻ നെയ്റ്റോയെ കൊണ്ട് പോലും ഈ ഹോർമൂസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിപ്പിക്കുകയും അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിൻ്റെ പദ്ധതിയായി ഹോർമൂസ് തുറക്കണം, ഹോർമൂസിൽ സുഗമമായ ഗതാഗതം ഉണ്ടാവണം. ഇത് അമേരിക്കൻ പ്രോജക്റ്റ് ആകുന്നപ്പോഴാണല്ലോ കുഴപ്പം. ഇത് ലോകത്തിൻ്റെ പദ്ധതിയായി മാറുകയും ഇറാൻ പൂർണ്ണമായി ഒറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അത് നടപ്പാവില്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. കാരണം മറുപക്ഷത്തും സൈലൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്. അതാ മറ്റാരുമല്ല, ചൈനയും റഷ്യയും ഒക്കെ തന്നെയാണ്. പരസ്യമായി ഇറാൻ അനുകൂലമായി ഹോർമൂസ് വിഷയത്തിൽ അവർ പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ഓരോ കപ്പലും അവരുടെ ജീവനാഡിയാണ്, ചൈനയ്ക്ക് ജീവൻ നൽകുന്ന അസ്തിത്വം തന്നെയാണ് ഹോർമൂസ്. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഹോർമൂസ് തുറക്കണം, ഹോർമൂസ് സുഗമമാകണം എന്ന കാര്യത്തിൽ ഏതാണ്ട് എല്ലാ ലോകരാജ്യങ്ങളും വളരെ വളരെ കൃത്യമായ അവരുടെ താല്പര്യമുണ്ട്. പക്ഷേ ആ താല്പര്യങ്ങൾക്ക് 2 ഡയമെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ, അതായത് നെയ്റ്റോ സമ്മേളനം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ചേർന്ന സുരക്ഷാ സമിതിയാണല്ലോ നെയ്റ്റോ. നെയ്റ്റോയുടെ സമ്മേളനത്തിലാണ് ട്രംപ് ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇറാനെ ഇനി ഈ രീതിയിൽ മുന്നോട്ട് വിടാൻ ആവില്ല, ഹോർമൂസ് വെച്ച് വിലപേശാൻ ഇറാനെ ഇനി അനുവദിക്കില്ല, ഒരു രീതിയിലും ഒരു ചർച്ചയ്ക്കും ഇനി പ്രസക്തിയില്ല, ആണവ ചർച്ചയ്ക്ക് പോലും ഇപ്പോൾ പ്രസക്തിയില്ല. അപ്പോൾ അതിനർത്ഥം പൂർണ്ണമായി ഒരു ആക്രമണത്തിലൂടെയും ബലപ്രയോഗത്തിലൂടെയും ഇറാനെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് നാവിഗബിൾ ആക്കുക എന്നതാണെങ്കിൽ അതത്ര സുഗമമല്ല. ഒരു കാര്യം കൂടെ അമേരിക്ക പറഞ്ഞു വെച്ചു, തങ്ങൾ വേണ്ടി വന്നാൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട എണ്ണ സ്രോതസ്, എണ്ണ ഹബ്ബായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കും. ഒരു പക്ഷേ സാധിച്ചേക്കാം. അത് കരയുദ്ധത്തിൽ ഒരു ദ്വീപ് മാത്രമായതുകൊണ്ടും ഇറാൻ വൻകര അല്ലാത്തതുകൊണ്ടും ഒരു പക്ഷേ സാധിച്ചേക്കാം. പക്ഷെ ഒരുപാട് രക്തം ചൊരിയേണ്ടി വരും. ഒരുപാട് ഖാർഗ് ഐലൻഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേണം അങ്ങനൊരു പിടിച്ചെടുക്കൽ നടത്താൻ. അത് എത്രത്തോളം താങ്ങാനാവും ആ പ്രദേശത്തിന് എന്നതും നിശ്ചയമില്ല. പക്ഷെ ബലപ്രയോഗം മാത്രമാണ് ഇപ്പോൾ അമേരിക്കയുടെ മുന്നിലുള്ള ഏക പൊംവഴി. സമാധാനത്തിന് ഒരു സൂചനയും കാണുന്നില്ല, ഒരു സമാധാന നിർദ്ദേശവും. ഇപ്പം അങ്കലാപ്പിൽ നിൽക്കുന്നത് പാകിസ്ഥാനും ഖത്തറുമാണ്. അവരുടെ സമാധാന പ്രക്രിയ എവിടെ പോയി? അവർ മുന്നോട്ട് വെച്ച പദ്ധതികൾ എവിടെ പോയി? ഇപ്പോൾ ട്രംപിൻ്റെ കലിപ്പ് അടങ്ങും. ഒരുപക്ഷെ ട്രംപ് എപ്പോഴും മാറി മറിച്ചും പറയും. പക്ഷേ ഇറാൻ അനുഭവിക്കുന്ന ഒരു വ്യഥയുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖലി ഖൊമേനി ഖബറടക്കത്തിൻ്റെ സമയത്താണ് ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ജനത ഈ ഖബറടക്കത്തിന് ശേഷം വർദ്ധിത വീര്യത്തോടുകൂടി ഒരു ജനത എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു ജനത പ്രതികരിക്കുന്നത് ഒരുപക്ഷെ വേണമെങ്കിൽ അവർ കരയുദ്ധം ചെയ്യട്ടെ എന്ന രീതിയിൽ വരെ ജനങ്ങൾ, കാരണം അവരാണ് സഫർ ചെയ്യാൻ, ജനങ്ങൾ തന്നെ സഫർ ചെയ്യും. കാരണം അവരുടെ ഈഗോ, അവരുടെ ആത്മാഭിമാനം, അവരുടെ ഒരു അസ്തിത്വം ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പം അവിടെ യഥാർത്ഥത്തിൽ ഒരു കരയുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? നമുക്കറിയാമല്ലോ, ഞാൻ പല ആവർത്തി കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പറഞ്ഞതാണ്, പ്രേക്ഷകരോട് സ്നേഹപൂർവ്വം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കരയുദ്ധത്തിലൂടെ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ ആവില്ല. അങ്ങനെയെങ്കിൽ ഇസ്രയേലിന് ഗാസ മുനമ്പ് പൂർണ്ണമായി പിടിച്ചെടുക്കാനാവുമായിരുന്നു. അതുപോലും കഴിഞ്ഞില്ല, വർഷങ്ങൾ കഴിഞ്ഞിട്ടും. എന്ന് പറയുമ്പോൾ ഉക്രൈനെ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ റഷ്യക്കായില്ല. ഇപ്പോൾ ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. കരയുദ്ധം ഒന്നിനും പരിഹാരമല്ല. പക്ഷെ അതല്ലാതെ ചർച്ചകൾ മാത്രമാണ് പരിഹാരം എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ പോലും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഹോർമൂസ് എന്നത് മാത്രമാവില്ല ഇനി നാളുകളിൽ കേൾക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ തുല്യ അളവിലും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായും കേൾക്കാൻ പോകുന്നത് ബാബ് എൽ മന്ദേബാണ്. ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടം ഉൾപ്പെടെ ഒരു ഫോർമുലയാണിത്, ഇറാൻ്റെ ഫോർമുലയാണ്. ഇറാൻ നിയന്ത്രിക്കുന്ന ഹൂതികൾ ഇപ്പോഴും ആ പ്രദേശത്ത് വളരെ ശക്തമാണ്. യമനിൽ
അപ്പോൾ യമൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഹൂതികൾ ആ പ്രദേശം ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ 2 ലെവലിലൂടെയുള്ള 2 കടലിടുക്കിലൂടെയുള്ള എണ്ണ ഗതാഗതവും മറ്റ് ചരക്ക് ഗതാഗതവും പൂർണ്ണമായി തടഞ്ഞാൽ ലോക വ്യാപാരം തകിടം മറിയും. ഹോർമൂസ് മാത്രമാണെങ്കിൽ 20% എണ്ണയും പ്രകൃതിവാതകവുമാണ് കടന്നു പോകുന്നത് ആകെ വ്യാപാരത്തിൻ്റെ. പക്ഷെ മൊത്തം ലോക വ്യാപാരത്തിന് തന്നെ 20% ഈ ഹോർമൂസിലൂടെ അല്ല പോകുന്നത്, മറ്റ് ചെങ്കടൽ മേഖലയിലൂടെയാണ് പോകുന്നത്. അതായത് മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ആക്സസ് ആണ് സൂയസ് കനാൽ വഴി. അതിന് ബാബിൽ മന്ദേബ് എന്ന കടലിടുക്ക് കടക്കണം. അവിടെയും പ്രശ്നകലുഷിതമാകാൻ സാധ്യതയുണ്ട്. അതേക്കുറിച്ചുള്ള സൂചനകൾ ഇറാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആ രീതിയിലേക്കൊക്കെ പൂർണ്ണമായും ഗൾഫ് പ്രദേശത്തിൻ്റെ വടക്കും തെക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളിൽ പൂർണ്ണമായ സ്തംഭനാവസ്ഥ ലോകം ആഗ്രഹിക്കുന്നില്ല. ചർച്ചകൾ തന്നെയാണ് പരിഹാരം. അതെപ്പോൾ, എങ്ങനെ, ഇനി അടുത്ത ഘട്ടം എന്ത് എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ബാക്കി നിർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.